നിങ്ങൾ പാടാറുണ്ടല്ലോ, മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂ, നിത്യാവിശ്വാസ പ്രമാണം. അത് സത്യമല്ലയോ പ്രിയപ്പെട്ടവരെ? പക്ഷെ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് മാമോദീസ എന്ന് പറഞ്ഞ സ്നാനം എന്നാണ്, ബാപ്റ്റിസം എന്നാണ്. പ്രിയപ്പെട്ട വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി അവരെന്താണ് സഭയോട് ചേർത്തു. ഒരു മനുഷ്യൻ വിശ്വസിച്ച് കർത്താവിനെ ഏറ്റുപറയണം, എന്റെ പാപമോചകനാണ് ഇവൻ ദൈവപുത്രനാണെന്ന് അംഗീകരിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടും ജലത്തിൽ നിങ്ങൾ എന്താണ് നിമഞ്ജനം ചെയ്യപ്പെടുന്നതാണ് ഈ സ്നാനം. അത് മാനസാന്തരപ്പെട്ടിട്ട് വേണം പ്രിയപ്പെട്ട. ഇത്ര കൃത്യമായിട്ട് നമ്മുടെ ബൈബിളിൽ എഴുതി തന്നിട്ടും നമ്മൾ എന്താണ് കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ട് വചനം നിങ്ങൾക്ക് മറവായിട്ടിരിക്കുന്നു. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ വചനം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരത്തുള്ളൂ. ആകിയാൽ യേശുക്രിസ്തുവിനെ സ്നേഹിപ്പിന് ആ സ്നേഹിതൻ അവന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ഒരു നല്ല സ്നേഹിതനായിട്ട് അവന്റെ രഹസ്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരും, വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കർത്താവിനെ പറ്റി കൂടുതൽ അറിയുവാൻ കഴിയും. ആകിയാൽ അങ്ങനെ സ്നാനമേറ്റതിന് ശേഷം സ്നാനമേക്കാത്ത പാപികളുടെ കൂടെ അല്ല കൂട്ടായ്മ, സ്നാനമേറ്റ ഒരു വിശുദ്ധന്മാരാണ്. അങ്ങനെയുള്ളവർ ചേർന്ന് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. യേശുക്രിസ്തു വിശുദ്ധനാണെങ്കിൽ അവന്റെ ശരീരമാകുന്ന സഭയും വിശുദ്ധമല്ലയോ? പാപികളുടെ കൂട്ടം വിശുദ്ധ സഭയല്ല. യേശുക്രിസ്തുവിന്റെ വരവിൽ നിങ്ങൾ ലജ്ജ കൊണ്ട് നിറയും, നിങ്ങൾ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് യേശുക്രിസ്തു വിശുദ്ധനായതുകൊണ്ട് അവന്റെ ശരീരമായിരിക്കുന്ന സഭയോട് നിങ്ങൾ ചേരേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധന്മാരെന്നുള്ള പദവിയിൽ അവന്റെ ശരീരമാകുന്ന മണവാട്ടിയായിട്ട് അവനോടുകൂടി എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഉത്സാഹിച്ചു കൊള്ളുവിന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു.